ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ അധ്യക്ഷൻ ലൂയിസ് 14 മാർപ്പാപ്പ അഗസ്തീനിയൻ സഭയുടെ ജനറൽ എന്ന നിലയിൽ 2 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ സഭാ നേതൃത്വവുമായി ഊഷ്മള ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്ന ലൂയിസ് 14 മാർപ്പാപ്പ 2004-2006 ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിയത്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള മരിയാപുരത്തും ഇടക്കൊച്ചിയിലുള്ള അഗസ്തീനിയൻ ഭവനങ്ങളിലും അദ്ദേഹം ഒരാഴ്ചയോളം തങ്ങി. 2004 ഏപ്രിൽ 22 കലൂരിലെ കത്രിക്കടവിലെ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ അന്നത്തെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡാനിയൽ അച്ചാരുപറമ്പിലിനൊപ്പം 6 അഗസ്തീനിയൻ ഡീക്കന്മാർക്ക് പൗരോഹിത്യവും നൽകി. അന്നത്തെ ദിവ്യബലിയിലും ആഗോള സഭയുടെ പുതിയ പാപ്പ സഹകാർമ്മികനായി. അഗസ്തീനിയൻ സന്യാസ സഭയുടെ ഏഷ്യ പസഫിക് യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം 2006 വീണ്ടും കേരളത്തിലെത്തിയത്. വൈദികരോട് സംസാരിക്കുകയും അവർ പറയുന്നത് ഏറെ ശ്രദ്ധയോടെ അദ്ദേഹം കേട്ടിരുന്നതായും അന്ന് വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ വിൽസൺ ഇഞ്ചരപ്പ പറയുന്നു. ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ് അഗസ്റ്റിയൻ സന്യാസ സമൂഹത്തിൽ നിന്ന് ഒരു പരിശുദ്ധ പിതാവിനെ ലഭിക്കുന്നെന്നുള്ളത്. പോപ്പ് ലിയോ 14 അവരോധനാകുമ്പോൾ വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് 2004 ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് അന്ന് സഭയുടെ പ്രയർ ജനറലായിരുന്നു ഇപ്പോഴത്തെ ലിയോ 14 പാപ്പ. അന്ന് കേരളം സന്ദർശിക്കുകയും ഞങ്ങളുടെ പൗരോഹിത്യ സ്വീകരണത്തിൽ അഭിമന്യ ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവിനെ കൈ ശുശ്രൂഷ വഴി ഞങ്ങൾ 6 പേരാണ് വിശുദ്ധ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നത്. തങ്ങൾക്കെല്ലാം പരിചിതനായ ഒരാൾ സഭയുടെ ആഗോള തലവനായി എത്തുന്നതിന്റെ സന്തോഷം വൈദികരിലുമുണ്ട്. കേരളത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം വൈകാതെ വീണ്ടും ഇവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയും എല്ലാവരിലുമുണ്ട്. ന്യൂസ് 18 കൊച്ചി.